ഈശോയ്ക്ക് സ്തുതി. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അടർന്നു വീണ അഗ്നിപുഷ്പം സിസ്റ്റർ റാണി മരിയെ കുറിച്ചാണ്. 1954 ഫെബ്രുവരി 29 എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിലെ വലിയ വട്ടാലിൽ ഏലീഷ ദമ്പതികളുടെ 7 മക്കൾ രണ്ടാമത്തെ മകളായി സിസ്റ്റർ റാണി മരിയെ ജനിച്ചു. ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർന്നു വന്നു. 18-ാം വയസ്സിൽ ഫ്രാൻസിസൻ ക്ലാരിസർ സഭയിൽ ചേർന്നു. 1974 മെയ് 1 റാണി മരി എന്ന നാമത്തിൽ വ്രതവാഗ്ദാനം നടത്തി. ഉത്തരേന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സാഹസികതയും അനിവാര്യതയും ബോധ്യമായ സിസ്റ്റർ റാണി മരിയ പ്രയാസങ്ങളെയും എതിർപ്പുകളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം തരണം ചെയ്ത് ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ പ്രേക്ഷിത വേലയിൽ ഏർപ്പെട്ടു. 8 വർഷത്തോളം തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സുവിശേഷ പ്രഘോഷണത്തിലൂടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ഉന്നമനത്തിനായും അഹോരാത്രം അധ്വാനിച്ചു. തുടർന്ന് 9 വർഷം മധ്യപ്രദേശിലെ ഒരു രൂപതയിൽ പ്രേക്ഷിത വേലയിൽ വ്യാപരിച്ച് ഗോത്രവംശജരുടെ ഇടയിലും യുവതലമുറയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടത്തിയ സുത്തർഹ സേവനങ്ങളിൽ അഗ്രഷ്ടരായി നിരവധി പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. ദരിദ്രരെ ഭൂവുടമകളുടെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കാനായി സ്വരമുയർത്തിയ ആ ധന്യസന്യാസിയുടെ നീക്കങ്ങൾ ഭൂവുടമകളെ ചൊടിപ്പിച്ചു. 1995 ഫെബ്രുവരി 25 സാമന്ദർ സിംഗ് എന്നയാൾ 84 പ്രാവശ്യം കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. അവസാന ശ്വാസം വരെ യേശുനാമം ഉരുവിട്ടുകൊണ്ട് കർത്താവിന്റെ ഉദ്യാനത്തിലെ അവിടുത്തെ പ്രിയ മണവാട്ടി സ്വർഗത്തിലേക്ക് യാത്രയായി. ക്രൈസ്തവ ഉപവിയുടെയും ക്ഷമയുടെയും മാതൃകയായി പിൽക്കാലത്ത് സിസ്റ്റർ റാണി മരിയുടെ ഘാതകൻ സാമന്ദർ സിംഗ് സിസ്റ്ററിന്റെ കുടുംബാംഗങ്ങൾ നിരുപാധികം മാപ്പ് നൽകുകയും അവരുടെ കുടുംബത്തിലൊരംഗമായി സാമന്തനെ സ്വീകരിക്കുകയും ചെയ്തു. ഈ തീരുമാനം ലോകനീതിയെ അമ്പരിപ്പിച്ച ധീര നിലപാടായി ചരിത്രം കുറിച്ചു. 2017 നവംബർ 4 വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിത്വം മകുടം ചൂടി സിസ്റ്റർ റാണി മരി ഉയർത്തപ്പെട്ടു. സിസ്റ്റർ റാണി മരിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങളാവട്ടെ. ജീവന്റെ ലോകത്ത് നിന്ന് കണ്ണീരൊഴുക്കുന്നവർക്ക് വേണ്ടിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയും ദൈവത്തിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത സിസ്റ്റർ റാണി മരിയ സ്വർഗീയ പൂന്തോട്ടത്തിലെ വിടർന്നു നിൽക്കുന്ന അഗ്നിപുഷ്പമായി മാറി. നമുക്ക് സിസ്റ്റർ റാണി മരിയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.